നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യമായത് മൈദപ്പൊടിയാണ്. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 3 പഴത്തിന് കണക്കാക്കിയിട്ട്. നിങ്ങൾക്ക് പഴത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മൈദയുടെ അളവും കൂട്ടാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ വറുത്ത റവ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നൈസ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എള്ളിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഴത്തിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് ഞാൻ കുറച്ചതാണ്. നിങ്ങൾക്ക് പഴത്തിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. അതൊന്ന് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പതഞ്ഞു വരും. ആ സമയത്ത് ഈ പൊടിയിലോട്ടെല്ലാം ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കണം. നല്ല പഴുത്ത പഴവും നല്ല മധുരമുള്ള പഴമാണിത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, ഒത്തിരി നൈസായി പോവരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പം മിക്സ് എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ എടുത്ത് അതൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. അതിലോട്ട് മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് പഴത്തിൻ്റെ ഈ മാവിന് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. പഴത്തിലൊന്നും മാവ് പിടിക്കില്ല. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് എണ്ണ ചൂടാവരുത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പഴംപൊരി എല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും പഴത്തിലെല്ലാം ഒത്തിരി എണ്ണ പിടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. പഴംപൊരി ഒരു ബ്രൗൺ കളർ, ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് നമുക്ക് പഴംപൊരി കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ പഴത്തിൻ്റെ കളറെല്ലാം മാറി കുറച്ച് കളറും ചേഞ്ചായി വന്നിട്ടുണ്ട്. പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പഴം നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴംപൊരി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.